പ്ലസ് വൺ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് റിഡോക്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ വളരെ ചെറുതുമാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാമുകൾക്ക് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ഓക്സിഡേഷൻ നമ്പറിന്റെ പ്രോബ്ലം ആണ്. റിഡോക്സ് റിയാക്ഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ ചാപ്റ്ററിൽ. ഇത് ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ ക്വസ്റ്റ്യൻ നോക്കാതെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Cl ഇൻ HClO4. എന്താണ് HClO4ലെ Clന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും. അറിയാത്ത ആളെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. പക്ഷെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എക്സ് എന്ന് Clന്റെ കണ്ടുപിടിക്കാം. അപ്പൊ അതിനെ എക്സ് ആയിട്ട് എടുക്കാം. കുറച്ച് പേരെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതേപോലെ രണ്ട് റൂളുകളും അറിഞ്ഞിരിക്കണം. ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു എലമെന്റ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ലൈക്ക് H2 Cl2 അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ മോളിക്യൂൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. സോ ഇഫ് നമുക്ക് തരുന്ന H2 എന്നോ Cl2ഓ O2 എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ അതിന്റെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ വരുന്നത് 0 ആയിരിക്കും. അവിടെയൊക്കെ ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറിൻ ഒക്കെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി കുറച്ചുപേരെ കോമൺലി ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കൂടി അറിഞ്ഞിരിക്കണം. ഹൈഡ്രജൻ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +1 ആണ്. ഓക്സിജൻ ആണ് എടുക്കുന്നതെങ്കിൽ -2 ആയിരിക്കും. ക്ലോറിൻ ആണെങ്കിൽ -1 ആണ് കോമൺ ആയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് വേറെയാണ് നോക്കാം നമുക്ക്. ദെൻ കംസ് സോഡിയം. സോഡിയത്തിന്റെ +1 ആണ് വരാ. സൾഫർ ആണെങ്കിൽ -2 വരും. ദെൻ പൊട്ടാഷ്യം ആണെങ്കിൽ +1. അപ്പോൾ ഇത്രയും ആൾക്കാരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കിയടാ, ഇവിടെ Cl എക്സ് ആയിട്ട് എടുത്തു. Hന് എന്താ +1 ആണ്. ഓക്സിജന് -2 ആണ് കേട്ടോ. നോർമൽ ഓക്സിഡേഷൻ. ഇനി നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോ ആദ്യം തന്നെ നമ്പർ എടുക്കാം. ആദ്യത്തെ ആൾ H ആണ്. Hന് ഒരെണ്ണേ ഉള്ളൂ. 1 × +1 അതിന്റെ ഓക്സിഡേഷൻ പ്ലസ്. അടുത്തത് നമ്മുടെ Cl ഒരെണ്ണേ ഉള്ളൂ. 1 × x പ്ലസ് 4 × -2 ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും എന്നെടുക്കാം കേട്ടോ. ഓവറോൾ ഇനി ആ ഒരു മോളിക്യൂളിന് എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് എടുത്തോളാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ചാർജ് ഒന്നുമില്ല, നേരെ 0 എടുക്കാം. അപ്പൊ 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × x എന്ന് പറഞ്ഞാൽ x ആണ്. പ്ലസ് 4 × -2 എന്ന് പറഞ്ഞാൽ -8 ആണ്. ഈക്വൽ ടു 0. അപ്പോ x +1 ഉണ്ട്, -8 ഉണ്ട്. സോ അത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -7 കിട്ടും. ഈക്വൽ ടു 0. സോ x ഈസ് ഈക്വൽ ടു -7 ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ +7 ആയിരിക്കും. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +7 ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ രണ്ട് റൂളുകൾ നോക്കാം. ഓവറോൾ എല്ലാത്തിന്റെയും കൂടി ഒരു മോളിക്യൂൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എല്ലാം കൂടി കൂട്ടിയാൽ 0 ആയിരിക്കും. കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ നോക്കണം. ഓക്സിജൻ ഹൈഡ്രജന്റെ ഒക്കെ ഹൈഡ്രജൻ +1 ഓക്സിജൻ -2 ആണ്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ കോമൺലി ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോലെ തന്നെ ഒരു എലമെന്റ് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു മോളിക്യൂൾ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ദാറ്റ് വിൽ ഹാവ് എ ഓക്സിഡേഷൻ നമ്പർ ഓഫ് 0 ആയിരിക്കും ഓൾവേസ് ഉണ്ടാവുക. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. x +1 എന്നായിരിക്കും. +7 ആയിരിക്കും ആൻസർ വരാം. ഇതേപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യനുകൾ ഉണ്ട്, എന്തായാലും ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. ഇതേപോലെ തന്നെ ഒരെണ്ണമാണ് കാൽക്കുലേറ്റ് ഓക്സിഡേഷൻ നമ്പർ സൾഫർ ഇൻ H2SO4. നോക്കാം നമുക്ക്. ഇതേപോലെ തന്നെ H2SO4 എന്നാണ്. ഇവിടെ നമ്മൾ നോക്കാം. അറിയാത്ത ആളെ എക്സ് ആയിട്ട് എടുക്കുക. സൾഫർ ആണ്, എക്സ് ആയിട്ട് എടുത്തു. ഹൈഡ്രജൻ +1, ഇവിടെ -2 ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും? ഹൈഡ്രജൻ 2 എണ്ണോട് 2 × +1 പ്ലസ് സൾഫർ ഒരെണ്ണോട് 1 × x പ്ലസ് 4 × -2 ഈക്വൽ ടു 0. അപ്പോ 2 × +1 എന്ന് പറഞ്ഞാൽ 2 ആണ്. പ്ലസ് എക്സ് -8 ഈക്വൽ ടു 0 എന്ന് പറയും. 4 × -2 -8 ആണ്. പ്ലസും മൈനസും കൂടി വന്നാൽ മൈനസ് വരും. അപ്പൊ 2 ഇതാണ് വരാ. ഇനി ഒന്നില്ലെങ്കിൽ ഇതിനെ 2 അപ്പുറത്തോട്ട് എടുക്കുക. അല്ലെങ്കിൽ 2 - 8 എന്ന് പറയുന്നത് -6 ആയിരിക്കും. അപ്പൊ x - 6 = 0 വരും. x = +6 ആയിരിക്കും. -6ന് ഇപ്പുറത്തോട്ട് എടുത്താൽ +6 വരും. അപ്പൊ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +6 ആയിരിക്കും കേട്ടോ. +6 ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കിയാലോ? ഇതേപോലെ തന്നെ ഒരു മാർക്കിനായിട്ട് എപ്പോഴും എക്സാമുകൾക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതുക എന്നുള്ള. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ് സ്റ്റോക്ക് നൊട്ടേഷൻ. ആദ്യം ചെയ്യേണ്ടത് MnO2ലെ ആദ്യത്തെ ആള് നമ്മുടെ എലമെന്റ് മെറ്റൽ ആയിരിക്കുള്ളൂ നമ്മൾ വികാരം എടുക്കാം. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അതിന് എക്സ് ആയിട്ട് എടുക്കാം. ഇത് -2 ആണ്. അപ്പോൾ എക്സ് 2 എണ്ണമാണുള്ളത്, സോറി ഒരെണ്ണമാണ് Mn എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 × x പ്ലസ്
2 ആണ് ഓക്സിജൻ ഉള്ളത് ഇൻറ്റു -2 ഈക്വൽ ടു 0. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു +4 ആയിരിക്കും വരാം. സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാനാണ് ഇനി പോകുന്നത്. ഓക്സിഡേഷൻ നമ്പർ ആദ്യം കണ്ടുപിടിക്കണം സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതുന്നതിന് മുമ്പ് എന്നിട്ടായിരിക്കും. അപ്പൊ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതുന്നത് ഇങ്ങനെ ആയിരിക്കും, Mn സിമ്പിൾ എഴുതി. ഇനി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ റോമൻ ന്യൂമറൽ ആയിട്ട് നമ്മൾ എന്ത് എഴുതണം? ഓക്സിഡേഷൻ നമ്പർ എഴുതണം. ആ നമ്പർ മാത്രം കേട്ടോ. +4 അല്ലേ കിട്ടിയത്. അപ്പൊ അതിനെ റോമൻ ന്യൂമറൽ ആയിട്ട് എഴുതുമ്പോൾ 1ഉം ഇതും. റോമൻ ന്യൂമറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ എഴുതൂലേ 1 എന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതും, സെക്കൻഡ് സ്റ്റാൻഡേർഡ് 2 1 ഇങ്ങനെ ഇട്ടേക്കുന്നത് അതിനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ റോമൻ ന്യൂമറൽ ആയിട്ട് വേണം എഴുതാൻ. എന്നിട്ട് O2 എന്ന് എഴുതാം. ഇതായിരിക്കും അവിടുത്തെ സ്റ്റോക്ക് നൊട്ടേഷൻ. Mn4O2 എന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനെ വേർഡ് ബൈ വേർഡ് എഴുതുമ്പോൾ Mn എന്ന് പറഞ്ഞാൽ മാംഗനീസ് ആണ്, മാംഗനീസ് 4 ഓക്സൈഡ് എന്ന് വിളിക്കും കേട്ടോ. മാംഗനീസ് 4 ഓക്സൈഡ്. അപ്പൊ Mn4O2 എന്നായിരിക്കും. ഇതാണ് അതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ. അപ്പൊ സ്റ്റോക്ക് നൊട്ടേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഓക്സിഡേഷൻ നമ്പർ ചെയ്യാം. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് മാത്രം ഈ പറഞ്ഞ ഓക്സൈഡിന്റെ കാര്യങ്ങൾ ചെയ്യാം. Mn4 ഓക്സൈഡ് O2 എന്നായിരിക്കും എഴുതേണ്ടത് കേട്ടോ. മാംഗനീസ് 4 ഓക്സൈഡ് എന്ന് വേർഡ്സിൽ എഴുതാം. ഓക്കെ, അതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. ഇതുപോലെ പല ആൾക്കാർ ചോദിക്കുമ്പോൾ അതിൽ മെറ്റലിനെ തന്നെ നോക്കിയാൽ മതി. മെറ്റൽ ആയിട്ടുള്ള ആളുടെ കാര്യമാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മാറി. ഇപ്പൊ Fe ആണെങ്കിൽ Feയുടെ കേസ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാടാ. ഇതിൽ റിഡോക്സ് റിയാക്ഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഓക്സിഡേഷനും റിഡക്ഷനും. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും കണ്ടുപിടിക്കാറുള്ളത്. അപ്പൊ അതേടാ നോക്കിയാടാ, ഇങ്ങനെ ഒരു റിയാക്ഷൻ തരും. H2S plus Cl2 gives 2HCl plus S. ഇങ്ങനെ തന്നേക്കുന്നത്. ഇതിലെ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് ഏത് സബ്സ്റ്റൻസ് ആണ് ഓക്സിഡൈസ് ആവുന്നത് റെഡ്യൂസ് ആവുന്നത് എഴുതണം. അപ്പൊ അതേടാ നോക്കിക്കോ, ഇതിൽ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ നോക്കാം കേട്ടോ, എന്നിട്ട് വേണം ചെയ്യാൻ. 2HCl ഇങ്ങനെ തരുമ്പോൾ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പറുകൾ കണ്ടുപിടിക്കാം. ഓക്കെ, Cl2 ഒറ്റയ്ക്കാണ്. അപ്പൊ അതാദ്യം ചെയ്യാം. ഒറ്റയ്ക്ക് ഇറക്കുന്ന ആൾക്കാരൊക്കെ 0 ആയിരിക്കും. എസിന്റെ 0 ഒറ്റയ്ക്ക എസ് ആ. Cl മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 0. എസിന്റെ മാത്രമാണെങ്കിൽ അതിനും 0. ഇനി HCl വരുമ്പോഴത്തേക്ക് Hന് +1 ആണ്. Cl അപ്പൊ എന്ത് വരും? -1 വരും കേട്ടോ. ഇവിടെ ആണെങ്കിൽ Hന് +1 ആണ്. അപ്പൊ Hന് +1 വരുമ്പോൾ ഇപ്പുറത്തുള്ള ചെയ്യുകയാണെങ്കിൽ 2 × +1 വേണമെങ്കിൽ ചെയ്തു നോക്കാം. ആൻഡ് നമുക്ക് H2Sന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ 2 × 1 + 1 × x ഈക്വൽ ടു 0 ഇട്ട് വയ്ക്കുക. അപ്പൊ 2 + x ഈക്വൽ ടു 0. അപ്പൊ x ഈസ് ഈക്വൽ ടു -2 ആയിരിക്കും കിട്ടാം. -2 കേട്ടോ. +1ഉം -2 ആയിരിക്കും കിട്ടാം. അപ്പൊ +2 -2. ഇനി നമ്മൾ നോക്കാം. ഇതേടാ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ആർക്കാണോ കൂടുന്നത് അവിടെ ആയിരിക്കും ഓക്സിഡേഷൻ നടന്നേക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ എന്തായിരിക്കും? അവിടെ റിഡക്ഷൻ ആയിരിക്കും നടന്നേക്കുന്നത്. അപ്പൊ നോക്കാം, H2Sൽ നിന്നും ഇവിടെ നിന്ന് എസിന് -2ൽ നിന്നും എന്തായി? 0 ആയി അല്ലെ. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്താ ചെയ്തത്? -2ൽ നിന്നും 0 ആയാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുക ചെയ്തത്. ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അത് ഓക്സിഡേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ ആയിരിക്കും നടന്നത് കേട്ടോ, ഓക്സിഡേഷൻ. ഇനി Cl നോക്കാം. Cl 0 ആയിരുന്നു, 0ൽ നിന്നും -1 ആയിട്ട് മാറി. 0 ആയിരുന്നു, അതെന്തായി? -1 ആയിട്ട് മാറി. അപ്പൊ -1 ആവുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്താ? കുറയുക ചെയ്ത അല്ലെ, കുറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാതെ റിഡക്ഷൻ ആണ്. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷനും, ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷനും ആണ് വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ കാര്യങ്ങളിലോട്ട് പോകേണ്ടത് ഓരോ ആൾക്കാർ കേട്ടോ. ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഓക്സിഡൈസ്. ഏത് സബ്സ്റ്റൻസ് ഇവിടെ ഓക്സിഡൈസ് ആവുന്നത്? H2S ആണ്. കാരണം ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് H2Sലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് സബ്സ്റ്റൻസ് ഗെറ്റിംഗ് ഓക്സിഡൈസ് ഈസ് H2S ആണ് അവിടെ ഓക്സിഡൈസ്ഡ് ആവുന്നത്. റെഡ്യൂസ്ഡ് ആവുന്ന ആരായിരിക്കും? അപ്പോൾ Cl2 റിഡക്ഷൻ നടക്കുന്നത്. അപ്പൊ Cl2 ആണ് റെഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ, Cl2. ഇനി അടുത്താണ് ഏജന്റുകൾ. ഓപ്പോസിറ്റ് നോക്കാം. ഓക്സിഡേഷൻ നടക്കുന്ന ആള് റെഡ്യൂസിങ് ഏജന്റും റിഡക്ഷൻ നടക്കുന്ന ആള് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. അപ്പോ ഓക്സിഡേഷൻ നടക്കുന്ന ആള് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും, റിഡക്ഷൻ നടക്കുന്ന ആൾ എപ്പോഴും ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ നോക്കിയാൽ ഈസി ആയിട്ട് നോക്കാം. റിഡക്ഷൻ നടക്കുന്ന ആൾ ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡേഷൻ നടക്കുന്ന ആൾ റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്ന ആരായിരിക്കും? H2S ആയിരിക്കും. നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡൈസിങ് ഏജന്റ് വരുന്ന Cl2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണം ബേസിക്കലി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഓക്സിഡേഷൻ നമ്പറുകളിൽ നിന്നാണ്. ഐഡന്റിഫൈ ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന എവിടെയാണ്, കുറയുന്ന എവിടെയാണെന്ന് നോക്കുക. കുറയുന്ന സ്ഥലത്ത് റിഡക്ഷൻ എന്നും കൂടിയ സ്ഥലത്ത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് എടുത്തെഴുതാൻ പറ്റും. ഇത്രയും കാര്യം ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. അതിൽ നിന്ന് വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഇനി അടുത്ത് നോക്കാം നമുക്ക്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് Fe2+Cr2O7 2- gives Fe3+Cr3+. Balance the redox reaction in acidic medium by half reaction method. ഇങ്ങനെ സ്പെസിഫിക് മെത്തേഡ് ഉപയോഗിച്ച് 3 മാർക്കിനായിട്ടുള്ള ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടൂല കേട്ടോ. അപ്പൊ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് തന്നെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ആ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. അസിഡിക് മീഡിയം ആണ് എന്നുള്ള കാര്യം മറക്കണ്ട, അത് നമുക്ക് ആവശ്യമുണ്ട്. അസിഡിക് മീഡിയത്തിലാണ് ബാലൻസ് ചെയ്യുക. ബാലൻസിങ് നമ്മൾ നോക്കണം എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. ബാലൻസിങ് എങ്ങനെയാണെന്നുള്ളത് Fe2+A+Cr2O7 2- A gives Fe3+Cr3+ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം, ഇതിൽ നമ്മൾ എഴുതാം ഓരോ ആൾക്കാരായിട്ട് കേട്ടോ. ഇതേടാം ഫസ്റ്റ് വൺ, ഈ റിയാക്ഷനിലെ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ ഓക്സിഡേഷൻ നമ്പറും റിഡക്ഷൻ നമ്പറും ഒക്കെ എഴുതി വെക്കാം കേട്ടോ. Fe3+, ആദ്യം ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ള, എന്നിട്ട് വേണം നമുക്ക് നോക്കാൻ. Cr2O7 2- gives Fe3+Cr3+. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ആദ്യം തന്നെ എല്ലാവരും ഓക്സിഡേഷൻ നമ്പർ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, ഓക്സിഡേഷൻ നമ്പർ ഒക്കെ കണ്ടുപിടിക്കുക. അപ്പൊ Fe2+ ഉണ്ട്, Cr2O7. അപ്പൊ Fe2+ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Fe2+ തന്നെയാണ്, Fe3+ന്റെ 3+ തന്നെയാണ്, Cr3+ന് 3+ തന്നെയാണ്, +3 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Cr-ന്റെ മാത്രമേ അറിയാത്തുള്ളൂ, ഓക്സിജൻ നമുക്കറിയാം -2 ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സെറ്റ് ചെയ്യാം. അപ്പൊ Cr2O7ന്റെ 2- ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. Cr2O7 2-. അപ്പൊ ഇതിനെ x ആയിട്ട് എടുക്കുക. അപ്പൊ 2 × x + 7 × -2 = -2. 2 × x 2x plus -40 = -2. സോ 2x, അപ്പോ ചെയ്ത് കഴിയുമ്പോൾ 2x = -2, ഈ ഇതിനെ ഇപ്പുറത്തോട്ട് എടുത്താൽ +14 ആവും. അപ്പോ +12 ആവും 2x. അപ്പൊ x = എത്രയായിരിക്കും, +6 ആയിരിക്കും കേട്ടോ. /2 വരുമ്പോൾ +6. 2x +12 ആയിരിക്കും. അപ്പൊ x = 12/2, ദാറ്റ് ഈസ് +6 വരും. അപ്പൊ ഇവിടെ +6 ആണ്. ഓക്കെ, ഇനി അതിൽ നിന്നും ഓക്സിഡൈസിങ് നടക്കുന്നതും റിഡക്ഷൻ നടക്കുന്നതും എടുത്തെഴുതാം കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പിൽ അത് എടുത്തെഴുതാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നടക്കുന്ന Cr2O7 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഗീവ്സ് Cr3+. +6 നിന്നും +3 ആയിട്ട് മാറി. ഇനി മറ്റേതും എടുത്തെഴുതാം. Fe2+ ഗീവ്സ് Fe3+ എന്ന് എഴുതി കേട്ടോ. ഇനി അവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം കേട്ടോ. ഇവിടെ +6 നിന്നും +3 ആയി. ആദ്യം തന്നെ ഇതിനെ ബാലൻസ് ചെയ്യാം. നോക്കിയാടാ, ഇവിടെ 2Cr ഉണ്ട്, ഇവിടെ എന്താ Cr ഉള്ളു. അപ്പൊ അത് ആദ്യം ബാലൻസ് ചെയ്യാം. 2Cr എന്ന് ഇവിടെ Fe ഒരെണ്ണം Fe ബാലൻസ് ചെയ്തു. ഇനി ഇലക്ട്രോണുകൾ ആഡ് ചെയ്യാം. ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചേഞ്ച് വന്നേക്കെന്ന് നോക്കണം കേട്ടോടാ. അപ്പൊ ഇവിടെ +6 നിന്നും ഇവിടെ +6 ആണ്, അതിൽ നിന്നും +3 ആയിട്ടാ മാറി. അപ്പൊ എത്രയാ, ഒരെണ്ണത്തിന് 3 ഇലക്ട്രോണാണ്. ഇവിടെ പക്ഷെ 2 Cr ഉണ്ട് അല്ലെ. അപ്പൊ 2 Cr മാറുമ്പോൾ എത്ര എണ്ണം ആവും, ടോട്ടൽ 6 ഇലക്ട്രോൺ ആവും. അപ്പൊ 6 ഇലക്ട്രോണുകളെ നമ്മൾ എഴുതാം കേട്ടോ. +6 ഇവിടെ +6 നിന്നും ഇങ്ങോട്ട് മാറിയപ്പോ +6 ഇലക്ട്രോൺസ് ആണ് വന്നത്. ഓക്കെ, അത് എഴുതാം. ഇവിടെ ആണെങ്കിലോ Fe2+ നിന്നും Fe3+ ആയപ്പോൾ 1 ഇലക്ട്രോൺ ആണ് ആഡപ്പ് ചെയ്ത് വന്നത്. അപ്പൊ അവിടെ 1 ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ ചേർത്തു. ഓക്കെ, 1 ഇലക്ട്രോൺ. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ബാലൻസ് ചെയ്യുക, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി ബാലൻസ് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഓക്സിജൻ നമ്മളെല്ലാം ബാലൻസ് ചെയ്യുക. ഇപ്പോൾ ആൾക്കാരെല്ലാം ബാലൻസ് ചെയ്തു. ഇനി ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്സിജൻ ബാലൻസ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി എടുത്ത് എഴുതാം. ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, ഞാൻ എഴുതാൻ പോവാ. 2Cr3+A+, 6 ഇലക്ട്രോൺ, പിന്നെ 1 ഇലക്ട്രോൺ Fe2+ gives Fe3+. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാമെന്നറിയോ, ഓക്സിജനെ ബാലൻസ് ചെയ്യാനായിട്ട് H2O ചേർക്കാം. എത്ര ഓക്സിജൻ ആണ് ബാലൻസ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ അത്രയും H2O ആഡ് ചെയ്യാം. അപ്പൊ നോക്കിയാടാ, ഇവിടെ 7 ഓൾ ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എത്ര H2 ആഡ് ചെയ്യേണ്ടി വരും, അവിടെ 7 H2 ആഡ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. 7 H2 ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓക്സിജൻ ഇല്ല, അതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് റിയാക്ഷനിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നേടാ ഓക്സിജൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇനിയാണ് നമ്മുടെ ആള്. അപ്പൊ ഞാൻ ഇതൊന്നും കൂടി എടുത്ത് എഴുതാം. നമുക്ക് ഓക്സിജൻ ബാലൻസ് ചെയ്തു. Cr2O7 2- A plus 6 electron plus gives 2Cr3+ plus 6 electron plus 14 H2O.
7H2. Okay, 7H2O. പിന്നെ Fe2 plus 1 electron gives Fe3+ എന്നാക്കി. ഓക്കെ, ഇങ്ങനെയാ വന്നത്. ഇനിയാണ് നമ്മുടെ അസിഡിക് മീഡിയം ആണോ ബേസിക് മീഡിയം ആണോ എന്ന് നോക്കേണ്ടത് കേട്ടോ. അസിഡിക് ആണോ ബേസിക് ആണോ നോക്കാം. അസിഡിക് മീഡിയം ആണെങ്കിൽ H2O ഇട്ട് കഴിഞ്ഞാൽ ഇനി ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പില്. ആ ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കണം? അവിടെ H+ ഉപയോഗിക്കാം. അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ഉപയോഗിക്കാം. ബേസിക് മീഡിയം ആണെങ്കിൽ OH- ആഡ് ചെയ്യണം. അത് ഇത്തിരി കൂടി ട്രിക്കിയാണ്. അസിഡിക് ആണെങ്കിൽ H+ ആഡ് ചെയ്തിട്ടാണ് വരേണ്ടത്. H+ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ടോട്ടൽ എത്ര H+ ഉണ്ടെന്ന്, എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ഒന്നുമില്ല. ഇവിടെ ആണെങ്കിലോ 7 × 2 ദാറ്റ് ഈസ് 14 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം? 14 ഹൈഡ്രജൻ ആറ്റങ്ങളെ ചേർക്കണം കേട്ടോ. അപ്പൊ 14H+ ആഡ് ചെയ്യാം കേട്ടോ. 14H+ ആഡ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡില് 14. അപ്പോൾ ഹൈഡ്രജൻ എണ്ണം ബാലൻസ്ഡ് ആയി. ഇനി നമ്മൾ ഇലക്ട്രോണുകളെ ബാലൻസ് ചെയ്യുക. ഇലക്ട്രോണുകളെ ബാലൻസ് ചെയ്യാൻ ഇവിടെ നോക്കിയാൽ ഇവിടെ 6 ഇലക്ട്രോൺ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോണുകളെ ആഡ് ചെയ്യണം? നമ്മൾ × 6 ചെയ്യണം കേട്ടോ. × 6 ചെയ്യണം. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ 14H++ Cr2O72- gives 2Cr3+ 6 electron plus 7H2O കിട്ടി. ഇതിനാണെങ്കിൽ 6Fe plus 6 electron gives Fe3+ എന്നാക്കാം കേട്ടോ. Fe3+ എന്നാക്കി 6Fe3+. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ രണ്ടിനും കൂടി ചേർത്ത് എഴുതാം. അപ്പോൾ ഫൈനലി ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് 14H+ രണ്ടും കൂടി കൂട്ടി എഴുതാം. കാരണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് തോന്നിയ മാതിരി സ്പ്ലിറ്റ് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചെടുക്കണം കേട്ടോ. Cr2O72- plus 6 Fe2+ plus 6 electron gives 2Cr3+ plus 6 electron plus 7H2O plus 6 Fe3+ എന്ന് വരും. ഇനി ഇലക്ട്രോണുകൾ ഇനി ഈക്വൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെട്ടിക്കളയാം. അപ്പൊ അത് ഇപ്പുറത്തുള്ള കേട്ടോ. 6 ഇലക്ട്രോൺ എവിടെയുണ്ട്? 6 ഇലക്ട്രോൺ എവിടെയുണ്ട്? കളയാം. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടുന്നത് വേറെ ഒന്നും ബാലൻസ് വെട്ടിക്കളയാനില്ല. സോ Cr2O72- plus 6 Fe2+ plus 14H+ നമ്മളൊരു ഓർഡറിലാണ് എഴുതുക കേട്ടോ. gives 2Cr3+ plus 6 Fe3+ plus 7H2O എന്നായിരിക്കും വരാം. സോ ദിസ് വിൽ ബി ദ റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്ത് ഈ ഒരു രീതിയിൽ ബാലൻസ് ചെയ്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. 5 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എല്ലാത്തിലും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക, സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. ഇനി അവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുക, അതിനനുസരിച്ച് എഴുതുക. ദെൻ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഓക്സിജനെ ബാലൻസ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ അസിഡിക് ആണെങ്കിൽ H+ ചേർക്കുക, ബേസിക് ആണെങ്കിൽ OH- ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അതിനെ രണ്ടിനും കൂടി എന്ത് ചെയ്യുക? ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആക്കുക. രണ്ട് സൈഡിലും ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആക്കുക. അതിനുവേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തിൽ 6 ഇലക്ട്രോൺ, സെക്കൻഡ് റിയാക്ഷനിൽ 1 ഇലക്ട്രോൺ. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ Fe3+ 2++ 1 ഇലക്ട്രോൺ ഗീസ് Fe3+ × 6. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 6 Fe2+ 6 ഇലക്ട്രോൺ ഗീസ് 6 Fe3+ എന്നായിരിക്കും. ഇനി രണ്ടും കൂടി ചേർത്ത് എഴുതാം. അപ്പോൾ ചേർത്ത് എഴുതി കഴിയുമ്പോൾ ഇതായിരിക്കും ഫൈനൽ ഇക്വേഷൻ. Cr2O72- plus 6 Fe2+ plus 14H+ gives 2Cr3+ plus 6 Fe3+ plus 7H2O. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുള്ളൂ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് അറിഞ്ഞു. അപ്പോൾ 5 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ഹാഫ് റിയാക്ഷനിൽ എടുത്ത് എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമുക്ക് ഇതിലെ എന്താ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരും. ഡിഫൈൻ ദി ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇലക്ട്രോണിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ പറയാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലൂസ് ഓഫ് പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്താൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് കേട്ടോ. ഗെയിനിങ് ഓഫ് അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അവിടെ റിഡക്ഷൻ എന്ന് വിളിക്കാം. ഇനി അതിന്റെ ഒപ്പം തന്നെ നമുക്ക് 4 ടൈപ്പ് ഓഫ് റിയാക്ഷനുകൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ ആൻഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനിൽ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൽ ആ ഒരു റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു ആറ്റത്തിന് ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാനായിട്ട് പറ്റും. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് വിളിക്കുക. എക്സാക്ട് ഡെഫിനിഷൻ പറഞ്ഞ ടൈപ്പ് ഓഫ് redox reaction in which an element in one oxidation state is simultaneously oxidized and reduced.
ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്ന എലമെന്റ് അതിന് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നു. അത് രണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ പറഞ്ഞ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നായിരിക്കും വിളിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ചെക്ക് വെദർ ദി ഫോളോയിങ് റിയാക്ഷൻ 2H2O2 gives 2H2O plus O2 എന്ന് പറയുന്ന ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണോ എന്ന് നോക്കാം. അതിനെ നോക്കാനായിട്ട് ആദ്യം തന്നെ ആ ഇക്വേഷൻ തന്നെ എടുത്തെഴുതാം. അതിലുള്ള എല്ലാവരും ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഒരു ആറ്റം തന്നെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ വരുന്നുണ്ടെങ്കിൽ ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. നോക്കാം. H2O എന്ന് പറയുമ്പോൾ O2 എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0, കാരണം ഒറ്റയ്ക്കായിരിക്കുന്നു. H2O എന്ന് പറയുമ്പോൾ ഇവിടെ +1 ആണ്, സോ ഇവിടെ -2 ആയിരിക്കും വരാം. H2O2 വരുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ -1 ആയിരിക്കും കിട്ടുക. നോക്കിയടാ, ഇവിടെ +1 ഹൈഡ്രജൻ. അപ്പോൾ ഓക്സിജൻ -1 എന്ന് പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, +-2 എന്ന് പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, 0 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. 3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളില്ലേ? 3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ ഉണ്ടെങ്കിൽ എന്താ സംഭവം നോക്കിയടാ. -1 ആള് ഇങ്ങോട്ട് വന്നപ്പോ അതെന്തായി? നെഗറ്റീവായി. അപ്പൊ അത് റിഡക്ഷൻ നടന്നു അല്ലെ? റിഡക്ഷൻ നടന്നു, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. എന്നാൽ ഇങ്ങോട്ട് വന്നപ്പോഴോ ഓക്സിഡേഷൻ നമ്പർ -1 നിന്നും 0 ആയി, ദാറ്റ് ഈസ് കൂടി. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ആണ് നടന്നത് കേട്ടോ. ഓക്സിഡേഷൻ നടക്കും. അങ്ങനെ ഓക്സിഡേഷൻ നടക്കാണ്, അതേസമയം തന്നെ റിഡക്ഷൻ. ഒരാറ്റത്തിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പ്രപ്പോർഷൻ. ചെക്ക് ചെയ്യാൻ ഇത്രയും നോക്കിയാൽ ഏതെങ്കിലും ഒരു ആറ്റത്തിന് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ മിനിമം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായിട്ട് പറയാം? അതിന് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഹിയർ ഓക്സിജൻ ഈസ് പ്രസന്റ് ഇൻ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അങ്ങനെ തന്നെ റീസൺ എഴുതാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ആസ് വെൽ ആസ് ഓക്സിഡൈസ്ഡ്. റെഡ്യൂസും ചെയ്യുന്നുണ്ട്, ഓക്സിഡൈസ്ഡും ആവുന്നുണ്ട്. അപ്പൊ രണ്ട് നടക്കുന്നുണ്ട്. അതെന്തായിരിക്കും? ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത്രയും റിയാക്ഷനുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നോക്കിയേക്കുന്നത്. ഇതിലെ തിയറി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ലിമിറ്റഡ് ആണ്, ബട്ട് ചെയ്യാനായിട്ടുള്ള ബാലൻസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നതും സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നോക്കാം, വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ, പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലോണം പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ക്വസ്റ്റ്യനുകൾ എന്തായാലും ചെയ്തു നോക്കാം. സോ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് തിരിച്ചു വരാം. ഓക്കെ.